നമസ്കാരം. ആധുനിക കാലഘട്ടത്തിൽ പുരുഷന്മാരെയും സ്ത്രീകളെയും ഒരുപോലെ അലട്ടുന്ന ഏറ്റവും വലിയ സൗന്ദര്യ പ്രശ്നവും മാനസിക സമ്മർദ്ദത്തിന് കാരണമാകുന്ന ഘടകവുമാണ് മുടികൊഴിച്ചിൽ. ആത്മവിശ്വാസത്തെയും വ്യക്തിത്വത്തെയും നേരിട്ട് ബാധിക്കുന്ന ഈ അവസ്ഥയ്ക്ക് ശാശ്വതമായ പരിഹാരങ്ങൾ തേടി ലോകമെമ്പാടുമുള്ള ഗവേഷകർ ദശകങ്ങളായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. വിപണിയിൽ ലഭ്യമായ പല ചികിത്സകളും പൂർണ്ണമായ ഫലം നൽകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ പശ്ചാത്തലത്തിലാണ് സസ്യ അധിഷ്ഠിത സത്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിച്ച പുതിയൊരു മുടി വളർച്ചാ സെറം ശാസ്ത്രലോകത്ത് വലിയ ചർച്ചയാകുന്നത്. ഈ സെറം ഉപയോഗിച്ച് കേവലം 56 ദിവസത്തിനുള്ളിൽ മുടിയുടെ സാന്ദ്രതയിൽ 25% വർധനവ് ഉണ്ടായി എന്നതാണ് ഈ പുതിയ ക്ലിനിക്കൽ പഠനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തായ്വാനിലെ ഷ്വൈറ്റ്സർ ബയോടെക് കമ്പനിയുടെ കീഴിൽ ഡോക്ടർ സോങ് മിൻ ചാങ്ങിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഈ ഗവേഷണം മെഡ് ആർക്സൈവ് എന്ന ജേണലിലാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. മുടി കൊഴിച്ചിൽ തടയുന്നതിനും മുടിയുടെ കട്ടി വർദ്ധിപ്പിക്കുന്നതിനുമായി പ്രകൃതിദത്തമായ ഘടകങ്ങളെ എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു പരീക്ഷണമായിരുന്നു ഇത്. സാധാരണയായി മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്ന രാസവസ്തുക്കൾക്ക് പകരം കോശങ്ങളെ ഉത്തേജിപ്പിക്കുന്ന സിഗ്നലുകളും സസ്യ അധിഷ്ഠിത സത്തുക്കളും സംയോജിപ്പിച്ചാണ് ഈ സെറം വികസിപ്പിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള പുതിയ പരീക്ഷണങ്ങൾ വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട് എങ്കിലും ഇതിൻ്റെ ശാസ്ത്രീയ അടിത്തറയെക്കുറിച്ച് കൂടുതൽ വിശകലനം നടത്തേണ്ടതുണ്ട്. ഈ സെറമിൻ്റെ ഘടനയും അതിലെ ചേരുവകളും ശാസ്ത്രീയമായി ഏറെ ശ്രദ്ധേയമാണ്. കഫീൻ, പാന്തനോൾ തുടങ്ങിയ മുടി സംരക്ഷണ ഉൽപ്പന്നങ്ങളിൽ സാധാരണ ഉപയോഗിക്കുന്ന ഘടകങ്ങൾക്ക് പുറമെ സെൻഡല്ല ഏഷ്യാറ്റിക്ക എന്ന സസ്യത്തിൽ നിന്നുള്ള എക്സ്ട്രാ സെല്ലുലാർ വെസിക്കിളുകൾ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കോശങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന സൂക്ഷ്മമായ സിഗ്നൽ വാഹകങ്ങളാണ് ഈ വെസിക്കിളുകൾ. ഇതിനോടൊപ്പം തന്നെ ഫൈബ്രോബ്ലാസ്റ്റ് ഗ്രോത്ത് ഫാക്ടർ 7, ഇൻസുലിൻ പോലെയുള്ള ഗ്രോത്ത് ഫാക്ടർ 1 എന്നീ പ്രോട്ടീൻ സിഗ്നലുകളും ഇതിൽ ചേർത്തിട്ടുണ്ട്. മുടി വളർച്ചയുടെ പ്രക്രിയയെ വേഗത്തിലാക്കുന്നതിനും രോമകൂപങ്ങളെ സജീവമാക്കുന്നതിനും ഇത്തരം ഘടകങ്ങൾക്ക് സാധിക്കുമെന്നാണ് ഗവേഷകരുടെ വാദം. മുടി വളർച്ചയുടെ സ്വാഭാവിക ഘട്ടത്തെ ഉത്തേജിപ്പിക്കുകയാണ് ഈ സെറമിൻ്റെ പ്രധാന ദൗത്യം. ഈ പഠനത്തിൻ്റെ രീതിശാസ്ത്രം വളരെ വ്യക്തവും നിയന്ത്രിതവുമായിരുന്നു. 18 മുതൽ 60 വയസ്സ് വരെയുള്ള 60 പേരെ ഉൾപ്പെടുത്തി നടത്തിയ ഈ പഠനത്തിൽ പങ്കെടുക്കുന്നവരെ 5 വ്യത്യസ്ത ഗ്രൂപ്പുകളായി തിരിക്കുകയും അവരിൽ പ്ലാസിബോ ഗ്രൂപ്പിനെ ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു. 8 ആഴ്ചക്കാലം ദിവസവും രാത്രിയിൽ ഓരോ മില്ലിലിറ്റർ സിറം വീതം ഇവർ പുരട്ടി. 14, 28, 42, 56 ദിവസങ്ങളിൽ ഇവരുടെ മുടിയുടെ സാന്ദ്രത, കട്ടി, വളർച്ചാ നിരക്ക് എന്നിവ വളരെ കൃത്യമായി രേഖപ്പെടുത്തി. പഠനത്തിൻ്റെ അവസാനത്തിൽ സെറമിലെ എല്ലാ ഘടകങ്ങളും അടങ്ങിയ ഫോർമുല ഉപയോഗിച്ച ഗ്രൂപ്പിന് മുടിയുടെ സാന്ദ്രതയിൽ 25% വർധനവുണ്ടായി കണ്ടെത്തി. മുടിയുടെ കട്ടി വർദ്ധിപ്പിക്കുന്നതിലും ഈ ഗ്രൂപ്പിന് മികച്ച ഫലം ലഭിച്ചു. എങ്കിലും ഈ പഠനം ഒരു പൂർണ്ണമായ വിജയമായി കാണാൻ ശാസ്ത്രലോകം ഇനിയും തയ്യാറായിട്ടില്ല. ഈ പഠനം വളരെ ചെറിയ കാലയളവിലേക്കും കുറഞ്ഞ ആളുകളിലേക്കും മാത്രം പരിമിതപ്പെട്ടതാണ് എന്നതാണ് പ്രധാന പോരായ്മ. മാത്രമല്ല, മുടി കൊഴിച്ചിൽ സംബന്ധമായ ഔദ്യോഗിക രോഗനിർണയം നടത്തിയവരിൽ അല്ല ഈ പരീക്ഷണം നടത്തിയത്, മറിച്ച് സാധാരണ ആരോഗ്യമുള്ള ആളുകളിലാണ്. 8 ആഴ്ച എന്നത് മുടി വളർച്ചയുടെ സ്വാഭാവിക ചക്രത്തെ പൂർണ്ണമായും നിരീക്ഷിക്കാൻ ഒട്ടും തികയാത്ത കാലയളവാണ്. അതിലുപരി പഠനത്തിൽ കമ്പനിയുടെ ജീവനക്കാർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നത് പഠനത്തിൻ്റെ നിഷ്പക്ഷതയെ സംബന്ധിച്ച് ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. നിലവിൽ പ്രചാരത്തിലുള്ള മിനോക്സിഡിൽ, ഫിനാസ്റ്ററൈഡ് തുടങ്ങിയ അംഗീകൃത ചികിത്സകളുമായി ഈ പുതിയ സെറമിനെ നേരിട്ട് താരതമ്യം ചെയ്തതും ഒരു പോരായ്മയാണ്. ചുരുക്കത്തിൽ ഈ പുതിയ കണ്ടുപിടുത്തം മുടി കൊഴിച്ചിൽ ചികിത്സാ രംഗത്ത് വലിയ സാധ്യതകളാണ് തുറന്നു തരുന്നത്. എങ്കിലും ഒരു സാധാരണ ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം വിപണിയിൽ ലഭ്യമാകുന്ന പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ഉൽപ്പന്നങ്ങളെ അമിതമായി വിശ്വസിക്കുന്നതിന് മുൻപ് ശാസ്ത്രീയമായ കൂടുതൽ സ്ഥിരീകരണങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. വരും കാലങ്ങളിൽ നടക്കാൻ പോകുന്ന കൂടുതൽ വിപുലമായ ക്ലിനിക്കൽ ട്രയലുകൾക്ക് മാത്രമേ ഈ സെറമിൻ്റെ യഥാർത്ഥ ശേഷി എത്രയാണെന്ന് ലോകത്തിന് മുന്നിൽ തെളിയിക്കാൻ സാധിക്കുകയുള്ളൂ. അതുവരെ മുടി സംരക്ഷണത്തിന് ആരോഗ്യകരമായ ജീവിതശൈലിയും ആവശ്യമായ വിദഗ്ധ നിർദ്ദേശങ്ങളും സ്വീകരിക്കുന്നതാണ് ഏറ്റവും ഉചിതമായ മാർഗം. വെബ് ഡെസ്ക് തത്വമൈ TV.